അങ്ങനെ ഹൈക്കോടതി ജാമ്യം അനുവദിക്കുമ്പോൾ തൽക്കാലം പുറത്തു പോകാൻ താല്പര്യമില്ലാത്ത തരത്തിൽ ബോബി ചെമ്മണ്ണൂർ ഇടപെടുന്നു. അതിന്മേലാണ് ഇപ്പോൾ ഹൈക്കോടതി കൃത്യമായ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് ഈ നടപടി വൈകി, ബോബി ചെമ്മണ്ണൂർ എന്തിന് തടവിൽ കഴിയുന്നവരുടെ വക്കാലത്ത് സ്വീകരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഹൈക്കോടതി ചോദിച്ചത്. വിവരങ്ങൾ നൽകിയത് രേഷ്മ ബാബു. കോടതിയുടെ പരാമർശത്തെ തുടർന്ന് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം മാറ്റിവെച്ചു. കോടതിയുടെ നടപടി അറിഞ്ഞ ശേഷം വാർത്താ സമ്മേളനത്തിൽ അന്തിമ തീരുമാനം അറിയിക്കാമെന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലപാട്. തൃശ്ശൂരിലാണ് വാർത്താ സമ്മേളനം നടത്താൻ നേരത്തെ തീരുമാനിച്ചിരുന്നത്. വിവരങ്ങളുമായി ആനന്ദ് പുതൂർ ചേരുന്നു. ആനന്ദ്, ബോബി ചെമ്മണ്ണൂർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ കൃത്യമായി ഇടപെട്ട് കടുത്ത വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. കാരണം ജയിലിൽ കഴിഞ്ഞ ബോബി ചെമ്മണ്ണൂർ ജാമ്യത്തിന് വേണ്ടി അപേക്ഷ നൽകുന്നു. കോടതി അത് പരിഗണിച്ച് ഉപാധികളോട് ജാമ്യം നൽകുന്നു. പക്ഷേ ജാമ്യം നൽകിക്കഴിഞ്ഞപ്പോൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് ചില വിമുഖത ബോബി ചെമ്മണ്ണൂരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. പക്ഷേ ഇത് അറിഞ്ഞ കോടതി കൃത്യമായി ബോബി ചെമ്മണ്ണൂരിനോട് വിമർശനം ഉന്നയിക്കുന്നു. ഇതറിഞ്ഞിട്ടായിരിക്കുമല്ലോ ബോബി ഇപ്പോൾ വാർത്താ സമ്മേളനം മാറ്റിവെച്ചത്. ആനന്ദ്. തീർച്ചയായിട്ടും KP, അതായത് ഏതാണ്ട് 11:34 കൂടിയാണ് തൃശൂർ പ്രസ് ക്ലബിനെ ഔദ്യോഗികമായി ആ വിവരം, അതായത് വാർത്താ സമ്മേളനം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരം ബോബി ചെമ്മണ്ണൂർ അറിയിക്കുന്നത്. തുടർന്ന് 5 മിനിറ്റുകൾക്കകം തന്നെ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഔദ്യോഗികമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇമെയിൽ എല്ലാ റിപ്പോർട്ടർമാർക്കും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാധ്യമ സ്ഥാപനങ്ങൾക്ക് നൽകുന്നു. 11:50 കൂടി തന്നെ എല്ലാ മാധ്യമങ്ങളും ഒരു മാധ്യമ പട തന്നെ പ്രസ് ക്ലബിലേക്ക് എത്തിയെങ്കിലും ഏതാണ്ട് 11:55 കൂടിയാണ് അത്തരത്തിൽ വീണ്ടും ഒരു അറിയിപ്പ് പ്രസ് ക്ലബിന് ലഭിക്കുന്നത്. അതായത് ഈ കോടതി ഈ വിഷയത്തിൽ ഇടപെടുന്നു. അതുകൊണ്ട് തന്നെ അതിനുശേഷം വൈകുന്നേരത്തേക്ക് ഈ തന്റെ പത്രസമ്മേളനം മാറ്റുകയാണെന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ വൃത്തങ്ങൾ പ്രസ് ക്ലബിൽ അറിയിക്കുന്നു. എന്തായാലും വലിയ വിമർശനം തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ കോടതിയിൽ നിന്ന് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. തീർച്ചയായിട്ടും 1:45 ശേഷം ഈ കോടതിയുടെ അടുത്ത നടപടി എന്താണെന്ന് അറിഞ്ഞതിന് ശേഷമായിരിക്കും ബോബി ചെമ്മണ്ണൂർ വീണ്ടും മാധ്യമങ്ങളെ കാണുന്നത്. തൃശൂർ പ്രസ് ക്ലബിൽ തന്നെ ആയിരിക്കും മാധ്യമങ്ങളെ കാണുക എന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. പ്രസ് ക്ലബും അത്തരത്തിൽ തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. വൈകുന്നേരം 4 മണിക്കായിരിക്കും ബോബി ചെമ്മണ്ണൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘം മാധ്യമങ്ങളെ കാണുക. വിനോദ്, വളരെ കൃത്യമാണ്. ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ ബോബി ചെമ്മണ്ണൂർ ഇന്ന് ഉച്ചയ്ക്ക് തൃശ്ശൂരിൽ നടത്താറുന്ന വാർത്താ സമ്മേളനം അടിയന്തരമായി മാറ്റിവെച്ചു. ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തെ തുടർന്നാണ് ബോബി ചെമ്മണ്ണൂർ തൻ്റെ നിലപാട് മാറ്റിയത്. കൃത്യമായി കോടതിയിൽ മറുപടി നൽകിയ ശേഷം മാത്രമായിരിക്കും മാധ്യമങ്ങളെ കാണുക. വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്നും ആനന്ദ് പുതൂർ.